Good evening, students. So, welcome to the topic of magnetostatics. So, ഈ വീഡിയോയിൽ നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് മാഗ്നറ്റോസ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, എങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു, എന്താണ് ഒരു കറണ്ട് ക്യാരിയിങ് വയറും മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം, എന്താണ് ലോറൻസ് ഫോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കഷൻ ആരംഭിക്കുന്നത്. നമുക്കറിയാം മാഗ്നറ്റോസ്റ്റാറ്റിക്സിൻ്റെ ടോപ്പിക്കിൽ സെക്ഷൻ എന്ന് പറയുന്നത് 5 ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോഡൈനാമിക്സ് by David J. Griffith, section 5.1 to 5.4.2 as per Calicut University syllabus. So we will discuss the fundamental aspects of magnetostatics. Before that, magnetostatics എന്ന് പറയുന്നത് മാഗ്നറ്റിസം, ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ വളരെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന, ഡേ ടു ഡേ ലൈഫിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സ്കൂൾ തലം തൊട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രിക് കറണ്ട്, എന്താണ് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാഗ്നറ്റ് നോർത്ത് പോളിനെ കുറിച്ചും സൗത്ത് പോളിനെ കുറിച്ചും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് നമ്മൾ സ്കൂൾ തലം തൊട്ട് തന്നെ പഠിക്കുന്നുണ്ട്. കാലഘട്ടങ്ങളായിട്ട് നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നതിനെയും മാഗ്നറ്റിസത്തിനെ കുറിച്ചും അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ കുറിച്ചും ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരം ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത് 2 ബ്രാഞ്ചുകളാക്കി തിരിച്ചുകൊണ്ടാണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നും മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്നും. അപ്പോൾ ജനറലി ഇലക്ട്രോ ഡൈനാമിക്സിനെ 2 ബ്രാഞ്ചുകളാക്കിയിട്ടാണ് നമ്മൾ ഒരു ഫിസിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കാറുള്ളത്, തിയറി പഠിക്കാറുള്ളത്. വൺ ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് അതർ ഈസ് കോൾഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്റ്റേഷനറി ചാർജസുകളെ കുറിച്ചാണ്. സ്റ്റേഷനറി ചാർജസുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്റ്റേഷനറി ചാർജുകൾ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും നമ്മൾ യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരം നമ്മൾ സ്റ്റേഷനറി ചാർജുകളെ കുറിച്ച് പഠിച്ചു, കൊളൂംസ് ലോ പഠിച്ചു, ഗോസസ് ലോ പഠിച്ചു, ഇലക്ട്രിക് ഫീൽഡിൻ്റെ കൺസെപ്റ്റ് പഠിച്ചു, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവർജൻസും കേളും പഠിച്ചു, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതേപോലെ തന്നെ ബൗണ്ടറി കണ്ടീഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇത്തരത്തിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോബ്ലംസ് മുഴുവൻ നമ്മളൊരു മാറ്ററിൽ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് പോളറൈസേഷൻ മെക്കാനിസം ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് ബൗണ്ട് ചാർജസുകൾ ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത്തരം സിറ്റുവേഷൻസിന് മുഴുവൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ചാർജസുകളാണ്. സ്റ്റേഷനറി ചാർജുകൾ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ബിഹേവിയറാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കൺസിഡർ ചെയ്യുന്നത്. ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റിയും ഉണ്ട്, മാഗ്നറ്റിക്സും ഉണ്ട്. വളരെ കോമൺ മാനിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ പറയാറുള്ളത് ലൈറ്റിനെയാണ്. ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ലൈറ്റ് മാത്രമല്ല, വിസിബിൾ ലൈറ്റ് മാത്രമല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഒക്കെ നമ്മൾ പഠിക്കുന്നത് അതിൽ ഇലക്ട്രിക് കമ്പോണൻറ്റും മാഗ്നറ്റിക് കമ്പോണൻറ്റും ഉണ്ട് എന്ന് പറയാം. അപ്പോൾ നമ്മളുടെ നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. പക്ഷേ ഒരു പഠനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും സെപ്പറേറ്റ് ബ്രാഞ്ചസുകളായിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജ് സ്റ്റേഷനറി ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ആക്ച്വൽ പ്രാക്ടീസിൽ ഒരിക്കലും ചാർജസ് സ്റ്റേഷനറി ആവില്ല, ചാർജസ് മൂവ് ചെയ്യും. ചാർജസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിനെ വളരെ ലളിതമായിട്ട് നമുക്ക് പറയാം ഒരു മൂവിങ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ബിഹേവിയർ ആണ് എന്ന് വേണമെങ്കിൽ. മൂവിങ് ചാർജസുകളാണ് അവിടെ പലപ്പോഴും റെസ്പോൺസിബിൾ ആവുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ കുറച്ചും കൂടി ലളിതമായിട്ട് കറണ്ട് എന്ന് പറയാം. സോ എ കറണ്ട് വിൽ ഇൻഡ്യൂസ് സം മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ബിഹേവിയർ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്, ഒരു കറണ്ട് ക്യാരിയിങ് വയറിൻ്റെ രീതിയിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. എങ്ങനെയൊക്കെ ആയാലും മാഗ്നറ്റിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഴയ കാലം തൊട്ട് തന്നെ അറിയാം. നമുക്കറിയാം എർത്ത് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡായിട്ടുള്ള എർത്തിന് വളരെ കൃത്യമായിട്ട് മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാവുന്നതും ഒരു അയൺ മാഗ്നറ്റ്, ഒരു പെർമനൻറ്റ് മാഗ്നറ്റ്
അയണിനെ അട്രാക്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ചില മെറ്റീരിയലുകൾ മാഗ്നറ്റിക് ആവുന്നതും, ചില മെറ്റീരിയലുകൾ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ബിഹേവിയറുകളൊക്കെ നമ്മൾ വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് പല രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മൂവിങ് ചാർജസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്ന റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് പിന്നെ പറയാം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ്. Static magnetic field. That means in this chapter we are discussing only the concept of static magnetic field. That means it is not varying with respect to time. We are not considering a time varying magnetic field. അതാണ് പറയുന്നത്. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഫർദർ ഇലക്ട്രോഡൈനാമിക്സ് നമ്മൾ മുഴുവൻ പഠിക്കുമ്പോൾ നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് മാക്സ്വെൽ ആണ്. നമുക്ക് പിന്നെ അത് ഡിസ്കസ് ചെയ്യാം. എങ്കിലും എവിടെ നിന്നാണ് മാഗ്നറ്റിസത്തിൻ്റെ ബിഹേവിയർ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ചരിത്രം പറയുമ്പോൾ, അതിൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് നമുക്ക് 600 BC മുതലുണ്ട്. 600 BC ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള തെയിൽസ് ഓഫ് മിലറ്റസ്, അദ്ദേഹം പെർമനന്റ് മാഗ്നറ്റുകൾ ചില പെർമനന്റ് മാഗ്നറ്റുകൾ കണ്ടുപിടിക്കുകയും അതിൻ്റെ അട്രാക്റ്റീവ് പവറുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നു. അതിനെ അട്രാക്ട് ചെയ്യാനും അതിനുള്ള ഡിസ്കഷൻ വന്നു. അത് 600 BC ചരിത്രപരമായിട്ട് വലിയ ഡെവലപ്മെൻ്റ് ഒന്നും പിന്നീട് ഉണ്ടായില്ല. പക്ഷേ ലേറ്റർ ഇൻ AD 1000 എത്തിയപ്പോൾ AD 1000 മുതൽ സിൻസ് AD 1000 we are using magnetic needles or compass needles ഫോർ നാവിഗേഷൻ. ദിക്കറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴും മാഗ്നറ്റിക് നീഡിൽസ് അന്ന് മുതലേ AD 1000 മുതൽ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു വലിയ മേജർ ഡെവലപ്മെൻ്റ് ഉണ്ടായത് 16th സെഞ്ച്വറിയിൽ വില്യം ഗിൽബർട്ട് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചുള്ള ചില ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകൾ കൊണ്ടുവന്നു. എർത്ത് ഒരു മാഗ്നറ്റ് ആണെന്നും എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളതും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ പോയി ഏകദേശം എങ്കിലും മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ അന്നും നിലനിന്നിരുന്നു. 1820 ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഡാനിഷ് ഫിസിസ്റ്റ്, അദ്ദേഹം ഒരു കറണ്ട് ക്യാരിയിങ് വയറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓർസ്റ്റഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ പഠിക്കുന്നതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു കറണ്ട് ക്യാരിയിങ് വയർ വിൽ ഇൻഡ്യൂസ് സം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടിയാണ് ഒരു മേജർ ബ്രേക്ക് ത്രൂ മാഗ്നറ്റിസത്തിൽ ഉണ്ടായത് എന്ന് പറയാം. ഇതിന് ശേഷം 1864 എത്തിയപ്പോൾ തിയററ്റിക്കലി എത്തിയപ്പോൾ മാക്സ്വെൽ, ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ
formulated the theory of electrodynamics. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നു. ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്നും ഈ തിയറി പ്രകാരം നമുക്ക് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും ഒരേ നാണയത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണെന്നും രണ്ടും ഇന്റർ കണക്റ്റഡ് ആണെന്നും ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു മേജർ ബ്രാഞ്ചിലേക്ക് അതിനെ ഇൻക്ലൂഡ് ചെയ്യാമെന്നും അതിനെ 4 ഇക്വേഷൻസ് വെച്ചിട്ട് മൊത്തം ഇലക്ട്രോ ഡൈനാമിക്സിനെ whole electrodynamics can be explained using this these equations. ഇതാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും കൂടി പഠിച്ച അവസാനം കമ്പൈൻ ചെയ്യുമ്പോൾ മാക്സ്വെൽസ് റിലേഷൻ എത്തുമ്പോൾ 4 ഇക്വേഷൻസ് വരും. They are nothing but the divergence and curl of electric and magnetic field. നമ്മളിനി പറയും എങ്കിലും ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. നമ്മളുടെ സിലബസ് പ്രകാരം അതില്ല എങ്കിലും നമുക്ക് 2 ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. നമ്മളൊരു വാക്വത്തിൽ ഇക്വേഷനാണ് എഴുതുന്നത്. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ദിസ് ഈസ് ദ ഫേമസ് ഫാരഡേസ് law of electromagnetic induction. Faraday's law of electromagnetic induction that we will discuss in the 5th semester syllabus in Calicut University. നമ്മൾ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0 ആണ് കിട്ടിയത്. ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ഇറ്റ് വിൽ ഇൻഡ്യൂസ് സം ഇലക്ട്രിക് ഫീൽഡ്. അതാണ് ഈ കൺസെപ്റ്റ് ഉണ്ടാവുന്നത്. നമ്മൾ അതിലേക്ക് ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നില്ല. പിന്നെ നമ്മൾ ഡെൽ ഡോട്ട് ബി നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ ഡിറൈവ് ചെയ്യും. ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്നും del cross B is equal to mu naught vector J plus mu naught epsilon naught dou epsilon E by dou T. ഈ J എന്ന് പറയുന്നതിനെ current density എന്ന് വിളിക്കും. That we will discuss later. And mu naught is the permeability, B is the magnetic field. So electric ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡൈവർജൻസും കേളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക് മുഴുവൻ ഡിസ്കസ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതാണ് മാക്സ്വെൽസ് ഫേമസ് റിലേഷൻ. ഇതോടുകൂടി ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്നുള്ള തിയററ്റിക്കൽ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ 1895 ഒക്കെ എത്തിയപ്പോൾ ഹെർട്സ് ഇദ്ദേഹത്തിൻ്റെ തിയററ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ മാക്സ്വെല്ലിൻ്റെ തിയററ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യുകയും അതിന് പിന്നീട് ഫർദർ 1900 ശേഷം ഒരുപാട് ചേഞ്ചസുകളും ഒരുപാട് ഡെവലപ്മെൻറ്റുകളൊക്കെ ഉണ്ടായി. അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ലെങ്കിലും മാക്സ്വെൽസിൻ്റെ റിലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇലക്ട്രോ ഡൈനാമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ പക്ഷേ അവിടെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെയും മാഗ്നറ്റോസ്റ്റാറ്റിക്സിനെയും കമ്പൈൻ ചെയ്ത് ഒരു ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഫോർ ദ ടൈം ബീയിങ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ് സംസാരിക്കേണ്ടത്. Magnetic field which is invariant with respect to time. ടൈമിനനുസരിച്ച് വേരി ചെയ്യാത്തൊരു മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പൊസിഷൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് എന്നുള്ളതാണ്. ഞാൻ ഒരു ഹിസ്റ്ററിയാണ് പറഞ്ഞത്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, എങ്ങനെയാണ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, എന്തുകൊണ്ട് എർത്ത് മാഗ്നറ്റിക് ഫീൽഡായി എന്നുള്ളതിനൊക്കെ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ എർത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വലിയ പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്കുണ്ടായിരുന്നു. അത് പിന്നീട് നമ്മൾ മാറ്റി ഒരുപാട് എന്താ പറയുക അയേണിൻ്റെയും നിക്കലിൻ്റെയും എന്താ പറയുക മോൾട്ടൺ സ്റ്റേറ്റിലുള്ള അയൺ നിക്കലിൻ്റെയും കറണ്ട് ക്യാരിയിങ് വയേഴ്സ് കൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. കൃത്യമായിട്ടുള്ള പ്യുവർ
പെർമനൻറ്റ് തിയറി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഭാഗമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് ചില മെറ്റീരിയലുകൾ മാഗ്നറ്റിക് ആവുന്നു, ചില മെറ്റീരിയലുകൾ മാഗ്നറ്റിക് ആവുന്നില്ല എന്നുള്ള ചോദ്യത്തിനും ക്വാണ്ടം മെക്കാനിക്കലി നമുക്ക് പലപ്പോഴും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഒരു മെറ്റീരിയലിൻ്റെ സ്പിന്നും അതിൻ്റെ ബിഹേവിയറുമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട് ക്വാണ്ടം മെക്കാനിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആവശ്യമുള്ള വളരെ മൈക്രോസ്കോപ്പിക് തലത്തിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ഡിസ്കഷനിലേക്കൊന്നും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ വളരെ ലളിതമായി എന്താണ് മാഗ്നറ്റോസ്റ്റാറ്റിക് ബിഹേവിയർ എന്നും എന്താണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Before going to discuss the Oersted experiment, let me define a quantity which is called magnetic flux density. നമുക്കത് ആവശ്യം വരും. അത് ആദ്യം ഡിഫൈൻ ചെയ്തതിന് ശേഷം അതെന്താണെന്ന് പിന്നീട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ ഇല്ലസ്ട്രേഷൻ പിന്നീടാണ് പറയുന്നത്. നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്ന പാരാമീറ്ററാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ അതിലൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിച്ചോ. ആ മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെയും തൽക്കാലം വിചാരിക്കുക. അല്ലെങ്കിൽ അതിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഫീൽഡ് ലൈൻസ്, അപ്പോൾ നമുക്കിതിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. മാഗ്നറ്റിക് ഫ്ലക്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറഞ്ഞത് തന്നെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എന്താണ് ഫ്ലക്സ് ഡിഫൈൻ ചെയ്താണ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ എന്നുള്ള രീതിയിലാണ്. വേർ ഇ ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്താണിത് എഫ് ബൈ ക്യൂ, ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. ഇവിടെ കുറേ സോഴ്സ് ചാർജസുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു സോഴ്സ് ചാർജ്, സപ്പോസ് ഇവിടെ ഒരു സോഴ്സ് ചാർജ് ക്യൂ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ വേറൊരു പോയിന്റ് ചാർജ് ക്യൂ ഉണ്ട്. കുളൂംസ് ലോ പ്രകാരം എഫ് എന്ന് പറയുന്നത് 1/4πε0 ക്യാപിറ്റൽ ക്യൂ ബൈ സ്മോൾ ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. അപ്പോൾ നമുക്ക് അവിടെ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സോഴ്സ് ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ പോയിന്റ് ചാർജ് ക്യൂനെ മാറ്റിയിട്ട് 1 കുളൂം ചാർജ് എടുക്കും. ടെസ്റ്റ് ചാർജ്, ഇതിനെ സോഴ്സ് ചാർജ് എന്നും ഇതിനെ ടെസ്റ്റ് ചാർജ് എന്നാണ് വിളിക്കുന്നത്. 1 കുളൂം ടെസ്റ്റ് ചാർജ് വെച്ചിട്ട് എഫ് ബൈ ക്യൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ ഇ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്. Capital Q is the source charge. This is the electric field. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അവിടെ ചാർജ് ആണ് സോഴ്സ് എന്ന് പറയാം. നമ്മളിവിടെ കറണ്ടിനെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. തൽക്കാലം അസ്യൂം ചെയ്യുക മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൻ്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എത്രയോ ഫീൽഡ് ലൈൻസ് പോകുന്നു. ഫ്ലക്സ് പാസിംഗ് ത്രൂ ആൻ ഏരിയ എ. ഇതാണ് ഫ്ലക്സ്. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക മാത്തമാറ്റിക്കലി. ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് field lines, number of field lines passing through an area phi is equal to surface integral b dot dA. വളരെ ലളിതമായിട്ട് അതിൻ്റെ നോർമൽ കമ്പോണൻ്റ് ഒക്കെ എടുക്കുകയാണ്. ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ, സർഫസ് ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിച്ചോ. ബി ഇൻറ്റു എ എന്ന് എടുക്കാം. ഇഫ് ബി ഈസ് പാരലൽ ടു ഡി എ, ബി ഡോട്ട് ഡി എ കോസ് സീറോ ഈസ് 1. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ബി എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് എഴുതാം. ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. This is called the magnetic flux density or magnetic, simply magnetic field എന്നും പറയാറുണ്ട്. നമ്മൾ വേറൊരു ഫീൽഡിനെ പിന്നീട് ഡിഫൈൻ ചെയ്യും. അപ്പോൾ നമ്മൾ എച്ച് എന്ന് പറയുന്നൊരു പുതിയ ഫീൽഡിനെ പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇപ്പോഴല്ല.
അപ്പോൾ നമുക്കത് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്. പക്ഷേ ജനറലി പല ടെക്സ്റ്റ് ബുക്കുകളിലും ഉപയോഗിക്കുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ. സോ the number of field lines passing through unit area is called magnetic flux density or simply magnetic field. Number of magnetic field lines passing through unit area normal to the surface. സർഫസിന് നോർമൽ ആയിട്ടുള്ള, ഇപ്പോൾ ഇതാണ് സർഫസ് എന്ന് വിചാരിക്കുക, ഇവിടെ ഒരു കഷ്ണമാണ് നമ്മൾ കൺസിഡർ ചെയ്തതാണെങ്കിൽ